ഗുഡ് മോർണിംഗ് ഓൾ. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യാബിനറ്റ് ഡിസൈഡ്സ് ടു ഇൻക്ലൂഡ് കാസ്റ്റ് കൗണ്ട് ഇൻ നെക്സ്റ്റ് സെൻസസ്. നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? അടുത്ത സെൻസസ് മുതൽ കാസ്റ്റ് കൗണ്ടും കൂടെ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഫ്രം എ റൂൾസ് ബേസ്ഡ് വേൾഡ് ടു ഷാംബോളിക് ഡിസോർഡർ. അതാണ് നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ടോട്ടലി നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വേൾഡ് വൈഡ് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? കുറേ അധികം വാർസും അതുപോലെ തന്നെ അതോറിറ്റേറിയനിസം, സെക്ടേറിയനിസം, പലതരത്തിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻസ്, അതുപോലെ തന്നെ റിലീജിയസ് ഡിസ്ക്രിമിനേഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഈവിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്സ് നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ ന്യൂസ് വരുന്നത്. മൂന്നാമത്തത് ഇന്ത്യാസ് ടീം ദ ട്രാപ്പ് ഓഫ് ബോണ്ടഡ് ലേബർ. അതായത് 2030 ആവുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യയിലുള്ള ബോണ്ടഡ് ലേബർ നമ്മൾ 1.84 crores എന്താണ് ബോണ്ടഡ് ലേബേഴ്സ് ഉണ്ട്, അവരെയൊക്കെ മോചിപ്പിക്കണം എന്നാണ് നമ്മുടെ 2030 ടാർഗറ്റ്. പക്ഷേ 2016 മുതൽ 2021 വരെ ഇന്ത്യ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഷെയിമായിട്ട് നമുക്ക് തോന്നും. ഏകദേശം 12,800ഓളം ബോണ്ടഡ് ലേബേഴ്സിന് മാത്രമേ ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇന്ത്യ മോചിപ്പിച്ചിട്ടുള്ളൂ. അപ്പം അതാണ് മൂന്നാമത്തെ ന്യൂസ്. അടുത്ത ന്യൂസ് എന്താണ്? സീക്രട്ട് ത്രെഡ്സ് ആണ്. അതായത് പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ്, പലതരത്തിലുള്ള സ്പൈവെയർസ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളതാണ് പെഗാസസിനെ നമ്മൾ മെയിൻ ആയിട്ട് പറയും. ഈ ഒരു ആർട്ടിക്കിളും പെഗാസസിനെ മെയിൻ ആയിട്ട് സ്ട്രെസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സീക്രട്ട് ത്രെഡ്സിനെ കുറിച്ചിട്ടാണ് അടുത്ത ന്യൂസ്. ഇനി ദ ഇമ്പാക്ട് ഓഫ് ദ സസ്പെൻഡിങ് എ വാട്ടർ ട്രീറ്റി. അപ്പൊ നമുക്കറിയാം ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പിന്മാറിയിട്ടുണ്ട്. അപ്പം അതിന്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് എന്തൊക്കെയായിരിക്കും? ഇതെങ്ങനെയാണ് ആ ഒരു റീജിയനെ ഇനി അഫക്ട് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യക്ക് ഇനി പുതിയ ഡാംസ് ഒക്കെ ഇൻഡസിൽ നിർമ്മിക്കാൻ സാധിക്കുമോ? ഇന്ത്യയുടെ പുതിയ ഡാംസ് നിർമ്മിക്കാൻ പോകുന്നുണ്ടോ? ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ അതിനെ സമ്മതിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിലെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ന്യൂസ് എന്താണ്? ജമ്മു ആൻഡ് കാശ്മീർസ് എക്കോണമി ആൻഡ് ടൂറിസം ഇൻ പെറിൽ ആഫ്റ്റർ പഹൽഗാം മസാക്ക്. നമുക്കറിയാം പഹൽഗാം അറ്റാക്കിന് ശേഷം എന്ത് സംഭവിച്ചിട്ടുണ്ട്? ജമ്മു ആൻഡ് കാശ്മീരിലെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ടൂറിസം സെക്ടർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ടോട്ടലായിട്ട് ഡിസ്റപ്റ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് 90% ടൂറിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂണിയൻ ടെറിട്ടറിയാണ്. അവിടുത്തെ ടൂറിസം സെക്ടർ ഫുൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു അറ്റാക്കിന് ശേഷം ഡിസ്റപ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈസ് നാച്ചുറൽ ഹൈഡ്രജൻ ദ ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് വളരെ ഒരു ഫ്യൂവൽ ആവാൻ വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു എലമെന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഹൈഡ്രജൻ ആണോ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഫ്യൂച്ചർ ഫ്യൂവൽ? അതിനെ കുറിച്ചിട്ടാണ് മറ്റൊരു ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും ആർട്ടിക്കിൾസ് ആയിരിക്കും ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് പോവാം. ദ ക്യാബിനറ്റ് ഡിസൈഡ്സ് ടു ഇൻക്ലൂഡ് കാസ്റ്റ് കൗണ്ട് ഇൻ ദ നെക്സ്റ്റ് സെൻസസ്. ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ സെൻസസ്. ദ യൂണിയൻ ക്യാബിനറ്റ് ഹാസ് അപ്രൂവ്ഡ് ദ ഇൻക്ലൂഷൻ ഓഫ് കാസ്റ്റ് എന്യൂമറേഷൻ ഇൻ ദ അപ്കമിംഗ് ഡിക്കേഡൽ സെൻസസ്. നമ്മൾ 2021 സെൻസസ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെൻസസ് എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. ആ സെൻസസിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സെൻസസും കൂടി ഉൾപ്പെടുത്താൻ പോവുകയാണ്. മാർക്കിംഗ് ദ ഫസ്റ്റ് ഒഫീഷ്യൽ കാസ്റ്റ് കൗണ്ട് സിൻസ് 1931 മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു കാസ്റ്റ് കൗണ്ട് സെൻസസിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഗിവിംഗ് ഇറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് അൺലൈക്ക് ദ 2011 എന്താണ് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിനെ പോലെയല്ല. നമ്മൾ എന്താണ് ഈ തവണത്തെ കാസ്റ്റ് സെൻസസിന് നമ്മളൊരു ലീഗൽ ബാക്കിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആൻഡ് കോഡഡ് എന്യൂമറേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം ദ സെൻസസ് വിൽ ബി കണ്ടക്ടഡ് ഡിജിറ്റലി. നമുക്ക് എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ ഇന്ത്യയിലേക്കാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എന്താണ് ആ ഒരു മിഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സെൻസസും ഇനി എങ്ങനെയായിരിക്കും? ഡിജിറ്റൽ സെൻസസ് ആയിരിക്കും, ഡിജിറ്റലൈസ്ഡ് സെൻസസ് ആയിരിക്കും. യൂസിങ് എ മൊബൈൽ ആപ്പ് വിത്ത് എ ഡ്രോപ്പ് ഡൗൺ കോഡ് directory for standardized caste entries aimed at avoiding inflated or inconsistent caste data as seen in SCCC. ഇനി എന്താണ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ the move weakens a key opposition demand aligns the BJP's inclusion narrative and is expected to reshape welfare distribution, power sharing and caste based potential mobilization ahead of crucial elections like ബീഹാർ. ഇപ്പം ബീഹാർ ഇലക്ഷൻസ് തന്നെയൊക്കെ മുന്നിൽ കണ്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നതും കൂടി എന്താണ് ഓപ്പോസിഷൻ പാർട്ടി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു സെൻസസ്. സെൻസസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 246 പറയുന്നുണ്ട് യൂണിയൻ പാർലമെന്റ്സ് ലെജിസ്ലേറ്റീവ് പവർ. അതായത് യൂണിയൻ പാർലമെന്റ് എന്താണ് ലെജിസ്ലേറ്റീവ് പവർ കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് കാസ്റ്റ് സെൻസസ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. യൂണിയൻ ലിസ്റ്റ് എൻട്രി 69 യൂണിയൻ ഗവൺമെന്റ് കണ്ടക്ട്സ് സെൻസസ്. അതായത് യൂണിയൻ ലിസ്റ്റിൽ 69ാമത്തെ എൻട്രി ആയിട്ട് പറയുന്നുണ്ട് യൂണിയൻ ഗവൺമെന്റ് ആയിരിക്കും എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? സെൻസസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നോ ഡയറക്ട് FR ഫോർ സെൻസസ് പാർട്ടിസിപ്പേഷൻ. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻസസ് ആൻഡ് SCCC. സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസും അതുപോലെ തന്നെ നോർമൽ നമ്മുടെ 10 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സെൻസസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ ഇന്ത്യൻ പോപ്പുലേഷൻ കൗണ്ട് ആണ്. ആൻഡ് സോഷ്യോ എക്കണോമിക് ഡേറ്റ
SECC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആൻഡ് കാസ്റ്റ് ഫോർ സ്കീം ടാർഗറ്റിംഗ്, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള കാസ്റ്റസിനെ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു SECCയിൽ ടാർഗറ്റ് ചെയ്യുന്നത്. സെൻസസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സെൻസസ് ആക്ട്, ORG ആൻഡ് CCI, അതുപോലെ തന്നെ SEC നോക്കുകയാണെങ്കിൽ നോ സ്പെസിഫിക് ലോ, വൺ ടൈം എക്സസൈസ് ആണ്. 2011 നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലോസ് ഒന്നും എന്തിനു വേണ്ടിയിട്ടില്ല, ഈ ഒരു കാസ്റ്റ് സെൻസസിന് വേണ്ടിയിട്ട് ഇല്ല. ഇനി സെൻസസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അനോണിമൈസ്ഡ് ഡേറ്റ ഫോർ പോളിസിയാണ്. SECC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗസ് ഹോൾഡ് ഡേറ്റയാണ്. കാസ്റ്റ് ഡേറ്റ യൂസ് ഡിബേറ്റഡ്, അതുപോലെ തന്നെ സെൻസസ് ഇൻഡിവിജ്വൽ ഡേറ്റ കോൺഫിഡൻഷ്യൽ. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവേണൻസിൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് കാസ്റ്റ് ബേസ്ഡ് എന്യൂമറേഷൻ ഫോർ വെൽഫെയർ ഡെലിവറി, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് അഫർമേറ്റീവ് ആക്ഷൻ. ഇനി പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ആൻഡ് ഫെഡറൽ ഇഷ്യൂസ് ഇൻ കാസ്റ്റ് എന്യൂമറേഷൻ, സെന്റർ വേഴ്സസ് സ്റ്റേറ്റ് സർവീസ്. GS പേപ്പർ ഓൺ സൊസൈറ്റിയിൽ റോൾ ഓഫ് കാസ്റ്റ് ഇൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസി മേക്കിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. മറ്റൊരു ന്യൂസിലേക്ക് നമുക്ക് പോവാം. ഫ്രം എ റൂൾസ് ബേസ്ഡ് വേൾഡ് ടു ഷാംബോളിക് ഡിസോർഡർ. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഡിസ്ട്രപ്ഷൻസ് ഡ്രിവൺ ബൈ ലീഡർ സെൻട്രിക് പോളിസീസ്, റൈസിംഗ് അതോറിറ്റേറിയനിസം, ഡിസ്റപ്റ്റീവ് ജിയോ പൊളിറ്റിക്സ് എക്സെട്ര. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ആരെയൊക്കെയാണ്? ട്രംപ്, സി ജിൻപിങ്, അതുപോലെ തന്നെ പുടിൻ, അതുപോലെ തന്നെ നെതന്യാഹു, ഇവരെയൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഇന്റേണൽ ഇൻസ്റ്റെബിലിറ്റി, എക്സാമ്പിൾ എന്താണ്? US ഡിവിഷൻസ്, അതുപോലെ തന്നെ ട്രംപോണോമിക്സ് ഒക്കെ നമുക്ക് പറയാൻ സാധിക്കും. ആർ ഡീസ്റ്റെബിലൈസിംഗ് ദ എക്സിസ്റ്റിംഗ് ഗ്ലോബൽ ഓർഡർ. നമ്മൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലോബൽ ഓർഡറിനെ ഇതൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്നുണ്ട്. വേഴ്സണിംഗ് കോൺഫ്ലിക്ട്സ് ഇൻ വെസ്റ്റ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക, ഇന്റൻസിഫൈങ് കോൺഫ്ലിക്ട്സ് ഇൻ ഇസ്രായേൽ, ഗാസ, സിറിയ, അതുപോലെ തന്നെ തുർക്കി, alongside revival of ISIS in Africa and Afghanistan, indicate a dangerous global security environment. Asia's strategic flux and China's assertiveness നോക്കുകയാണെങ്കിൽ ഇന്റേണൽ അൺറസ്റ്റ് ഇൻ സൗത്ത് ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ഇപ്പോൾ റീസെന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, ആൻഡ് ചൈനാസ് അഗ്രസീവ് റീജിയണൽ മൂവ്സ്, അത് ബോർഡർ സ്റ്റാൻഡ് ഓഫ് വിത്ത് ഇന്ത്യ. അതുപോലെ തന്നെ നമുക്കറിയാം ചൈനയ്ക്ക് ആരൊക്കെയായിട്ട് ബോർഡർ ഉണ്ടോ അവരൊക്കെയായിട്ട് എന്താണ് ചൈനയ്ക്ക് പ്രശ്നങ്ങളുണ്ട്, ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ നേവൽ എക്സ്പാൻഷൻസ്, ഡിമാൻഡ് ഇന്ത്യാസ് ഹൈറ്റൻഡ് സ്ട്രാറ്റജിക് വിജിലൻസ്. അതുകൊണ്ട് ഇന്ത്യ എന്തിരിക്കണം? സ്ട്രാറ്റജിക്കലി വളരെയധികം വിജിലന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെ നോക്കാൻ സാധിക്കും? ഈ ഒരു വെസ്റ്റ് ഏഷ്യൻ റീജിയൻ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ആഫ്രിക്കൻ റീജിയനെ കുറിച്ച് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൺട്രീസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ലിബിയ, ഈജിപ്റ്റ്, സുഡാൻ, അതുപോലെ തന്നെ യമൻ, ഒമാൻ, സൗദി അറേബ്യ, ജോർദൻ, ഇസ്രായേൽ, പാലസ്തീൻ, ലെബനൻ, സിറിയ, തുർക്കി, ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, അതുപോലെ തന്നെ എന്താണ് ഇവിടെയുള്ള മാർജിനൽ സീസ് ഒക്കെ നോക്കിയിരിക്കുക. മെഡിറ്ററേനിയൻ സീ, ബ്ലാക്ക് സീ, അതുപോലെ തന്നെ റെഡ് സീ, അറേബ്യൻ സീ, പേർഷ്യൻ ഗൾഫ്, കാസ്പിയൻ സീ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ബോധേഡ് ആയിരിക്കണം ഒരു പ്രിലിംസ് എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ. അതുപോലെ തന്നെ ഇന്ത്യസ് പ്രസൻസ് ഇൻ ഇന്ത്യൻ ഓഷൻ എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. ഇന്ത്യയും ഈ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ബാക്കി രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഡിഫൻസ് റിലേറ്റഡ് ആണെങ്കിലും ട്രേഡ് റിലേറ്റഡ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ വരുന്ന പ്രധാനപ്പെട്ട ഐലൻഡ് നേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അങ്ങനെയൊക്കെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ന്യൂസിനെ സമീപിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റും അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗണ്ടറി ഷെയറിംഗ് ആയിട്ടുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുക. അവരുമായിട്ടുള്ള ഇന്ത്യയുടെ റിലേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കാനുള്ള മറ്റു കാര്യങ്ങളാണ് ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്ട് നോക്കിയിരിക്കുക. ഓൺഗോയിങ് സിൻസ് 2023 ആണ്. പാർട്ട് ഓഫ് ലാർജർ ഇസ്രായേലി പാലസ്തീനിയൻ കോൺഫ്ലിക്ട്, ഹൈ പാലസ്തീനിയൻ കാഷ്വാലിറ്റി, സിവിയർ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഇൻ ഗാസ. അതുപോലെ തന്നെ റൂട്ട് കോസസ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ഒക്കുപ്പേഷൻ, ബ്ലോക്കേഡ്, ഇതൊക്കെയാണ്. ഐസിസ് റിസർജൻസ് നോക്കുക. ലോസ്റ്റ് ടെറിട്ടോറിയൽ കാലിഫേറ്റ് ബട്ട് റിമെയിൻസ് പൊട്ടന്റ് ത്രെറ്റ്. സിറിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് റീജിയൻ ആയിട്ടുള്ളത് ഐസിസിന്റെ. ഇനി അറ്റാക്സ് ഇൻക്രീസിംഗ് ഇൻ 2025, എക്സ്പ്ലോയിറ്റിംഗ് ഇൻസ്റ്റെബിലിറ്റി, സീക്സ് ടു റീഗ്രൂപ്പ്, കണ്ടക്ട് ടെറർ അറ്റാക്സ്, പ്രിസൺ ബ്രേക്സ്. ഇതൊക്കെ എന്താണ് ഏറ്റവും വലിയ ഗ്ലോബൽ റിസ്ക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെ വീക്കൻ ആയ സമയത്ത് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? വീണ്ടും റിസർച്ച് ചെയ്തു വരും. അത് വളരെ വലിയൊരു പ്രശ്നമാണ് ഗ്ലോബൽ ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം. ഇനി US-ഉം ചൈനയും തമ്മിലുള്ള താരിഫ് വാർസ്, ട്രംപ് എറ താരിഫ്സ് ഓൺ ചൈന ലാർജ്ലി റിമെയിൻ വിത്ത് സം ന്യൂ റെസ്ട്രിക്ഷൻസ്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫോർ ഗ്രേറ്റർ ഗ്ലോബൽ എക്കണോമിക് കോൺസിക്വൻസസ്, ഹയർ കൺസ്യൂമർ പ്രൈസസ്, റിറ്റാലിയേറ്ററി താരിഫ്സ് ബൈ അതർ നേഷൻസ് ഓൺ ഗോയിങ്. അതുകൊണ്ടാണ് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു നമ്മൾ കൊമേഴ്സ്യൽ സെക്ടർ എടുക്കുക അല്ലെങ്കിൽ എക്കണോമിക് സെക്ടർ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഡിസ്ട്രപ്ഷൻ അവിടെയും സംഭവിച്ചിട്ടുണ്ട്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ളത് GS2 ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇമ്പാക്ട് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ഓൺ ഗ്ലോബൽ ഓർഡർ, ഇന്ത്യസ് സ്ട്രാറ്റജിക് പൊസിഷൻ എമിഡ് ഷിഫ്റ്റിംഗ് പവർ ഇക്വേഷൻസ്, GS3 ഇന്റേണൽ സെക്യൂരിറ്റിയിൽ റിവൈവൽ ഓഫ് ദ ടെററിസം, അതായത് ഐസിസ് അഫിലിയേറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക, അതായത് താലിബാൻ,
അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ്, അങ്ങനെ പലതരത്തിലുള്ള ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരുടെയൊക്കെ റിസർജൻസ്. അതുപോലെ തന്നെ ഇന്ത്യസ് മാരിടൈം സെക്യൂരിറ്റി ആൻഡ് റീജിയണൽ പ്രിപ്പയർനെസ് എഗെയിൻസ്റ്റ് ചൈനീസ് എക്സ്പാൻഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. മറ്റൊരു ന്യൂസിലേക്ക് പോകാം. ഇന്ത്യ ഷെയിം ദ ട്രാപ്പ് ഓഫ് ബോണ്ടഡ് ലേബർ. മോഡേൺ ഡേ ബോണ്ടഡ് ലേബർ സ്റ്റിൽ പ്രീവാലന്റ് ആണ്. ഡെസ്പൈറ്റ് 1975 നമ്മൾ അബോളിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മില്യൻസ് ലൈക്ക് മുകേഷ് ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. റിമെയിൻ ട്രാപ്ഡ് ഇൻ ബോണ്ടഡ് ലേബർ ഡ്യൂ ടു പോവർട്ടി, കാസ്റ്റ് ബേസ്ഡ് എക്സ്ക്ലൂഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേറ്റീവ് അഡ്വാൻസസ്. Only 12,760 of an estimated 1.84 crore bonded laborers were rescued. 2016 മുതൽ 2021 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ far below the 2030 target. Systemic exploitation in informal sector ആണ്. 39 crore Indian workers are in the unorganized sector with most facing forced labor like conditions, no contracts, അതുപോലെ തന്നെ യൂണിയനൈസേഷൻ, പ്രൊട്ടക്ഷൻ, അതുപോലെ ഹൈലൈറ്റിംഗ് ദ സ്റ്റേറ്റ്സ് ഫെയിലിയർ ടു എൻഷുർ ഡിഗ്നിഫൈഡ് ലേബർ കണ്ടീഷൻസ്. ഇനി പോളിസി ഗ്യാപ്സ് ആൻഡ് ഇറോഡഡ് പ്രൊട്ടക്ഷൻസ് നോക്കുകയാണെങ്കിൽ ലേബർ കോഡ്സ് ഓഫ് 2019-20 have diluted safeguards, weakening trade unions and collective bargaining, undermining the labor rights legacy of Ambedkar and enabling industries to profit from the forced and precarious labor. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത് ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് ആണ് 1976. അബോളിഷ്ഡ് ബോണ്ടഡ് ലേബർ സിസ്റ്റം നേഷൻ വൈഡ് ഒക്ടോബർ 25, 1975 ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഫ്രീ ബോണ്ടഡ് ലേബറേഴ്സ് എക്സ്റ്റിങ്യൂസ്ഡ് ഡെബ്സ്, അതുപോലെ തന്നെ മെയ്ഡ് ബോണ്ടഡ് ലേബറെ കോഗ്നിസബിൾ ഒഫൻസ്, അതുപോലെ തന്നെ പണിഷബിൾ ഒഫൻസ് ഒക്കെ ആയിട്ട് മാറ്റുന്നുണ്ട്. ലേബർ കോഡ്സ് 2019-20 നോക്കുവാണെങ്കിൽ കൺസോളിഡേറ്റഡ് 29 സെൻട്രൽ ലോസ് ഇൻടു 4 കോഡ്സ്, 4 കോഡ്സ് ആയിട്ട് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തു. വേജസ് കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, അതുപോലെ തന്നെ OSH കോഡ്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോഡ്സിനെയൊക്കെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എയിം നോക്കുവാണെങ്കിൽ സിംപ്ലിഫൈ ലോസ്, എൻഹാൻസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതുപോലെ തന്നെ വർക്കർ വെൽഫെയർ. ഇംപ്ലിമെന്റേഷൻ ഓൺഗോയിങ് ആണ്. സം റൂൾസ് ടു ബി ഫൈനലൈസ്ഡ് ബൈ സ്റ്റേറ്റ്സ്. ഇനി സ്കീംസ് ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് നോക്കുവാണെങ്കിൽ UWSS ആക്ട് ഉണ്ട് 2008 കൊണ്ടുവന്നത്. ഫ്രെയിംവർക്ക് ഫോർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് ആണ്. മറ്റൊന്ന് കീ സ്കീംസ് നോക്കുവാണെങ്കിൽ PMSYM ആണ്, പെൻഷൻ സ്കീമാണ്. അതുപോലെ തന്നെ PMJJBY, അതുപോലെ തന്നെ PMSBY ലൈഫ് അല്ലെങ്കിൽ ഡിസബിലിറ്റി സ്കീംസ് ആണ്. അതുപോലെ തന്നെ അടൽ ബിഹാരി PMJY ഹെൽത്ത് സ്കീംസ് ആണ്. അതുപോലെ തന്നെ ഈ ശ്രം പോർട്ടൽ കൊണ്ടുവന്നിട്ടുണ്ട്. നാഷണൽ ഡേറ്റാബേസ് ഫോർ ബെറ്റർ സ്കീം ഡെലിവറി ആണ്. ഇതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയിൽ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് എന്താണ്, വർത്ത് 2 lakh ആണ്. ₹436 പെർ ആനം നമ്മൾ പേ ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, ലൈഫ് ഇൻഷുറൻസ് 2 lakhs വർത്ത് ലൈഫ് ഇൻഷുറൻസസ് നമുക്ക് കിട്ടും. അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയുണ്ട്. അതുപോലെ തന്നെ PMJY ഉണ്ട്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയുണ്ട്. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് രജിസ്റ്ററിംഗ് ഓൺ ഈ ശ്രം പോർട്ടൽ. ഈ ശ്രം പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് എന്ത് ചെയ്യും, പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഈ ശ്രം കാർഡ് റിസീവ്ഡ് ഓഫൻ രജിസ്ട്രേഷൻ വിൽ ബി അക്സെപ്റ്റഡ് അക്രോസ് ദ കൺട്രി. അതുപോലെ തന്നെ ആക്സിഡന്റൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും. 2 lakh ആക്സിഡന്റൽ കവറേജ് ഉണ്ടായിരിക്കും. 1 lakh ഇൻ കേസ് ഓഫ് പാർഷ്യൽ ഡിസബിലിറ്റി. ആക്സിഡന്റ് ഡെത്ത് ആണെങ്കിൽ 2 lakhs കിട്ടും. സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ഉണ്ട്. വിൽ ബി ഡെലിവേർഡ് ത്രൂ ഈ ശ്രം പോർട്ടൽ, ഹെൽപ്ഫുൾ ഫോർ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഇതൊക്കെയാണ് ഈ ഒരു ഈ ശ്രം പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിലുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള GS2 ഇഷ്യൂസ് റിലേറ്റഡ് ടു വൾണറബിൾ സെക്ഷൻസ്, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഫെയിലിയേഴ്സ്. അതുപോലെ തന്നെ GS3 ഇൻക്ലൂസീവ് ഗ്രോത്ത്, എംപ്ലോയ്മെന്റ് ഇഷ്യൂസ് ആൻഡ് ഇൻഫോർമൽ സെക്ടർ ചലഞ്ചസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസിലേക്ക് പോകാം. എന്താണ് സീക്രട്ട് ടെൽസ്? നമ്മൾ പറയുന്നത് പെഗാസസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സുപ്രീം കോർട്ട് സീക്സ് ചെക്സ് ഓൺ സർവൈലൻസ്. ദ സുപ്രീം കോർട്ട് ക്വസ്റ്റ്യൻഡ് ആർബിട്രറി യൂസ് ഓഫ് state surveillance tools like Pegasus, stressing the need for legal oversight and legitimacy in targeting individuals, especially in a democracy. National security absolute power നോക്കുകയാണെങ്കിൽ the court warned against using national security as a blanket excuse to bypass due process and violate civil liberties. സിവിൽ ലിബർട്ടീസിനെ വയലേറ്റ് ചെയ്യാൻ വേണ്ടി നാഷണൽ സെക്യൂരിറ്റി എന്നുള്ളൊരു ന്യായം ഇനി നിങ്ങൾ പറയാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്, സുപ്രീം കോടതി പറയുന്നത്. വെൻ ടാർഗറ്റിംഗ് പൊളിറ്റിക്കൽ ഒപ്പോണൻസ്, ആക്ടിവിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. ഇപ്പൊ നോർമലി എന്താ ചെയ്യുന്നത്, ഗവൺമെന്റ്സ്, ഭരിക്കുന്ന ഗവൺമെന്റ്സ് അവരുടെ പൊളിറ്റിക്കൽ ഒപ്പോണൻസിനെയും ആക്ടിവിസ്റ്റുകളെയും ജേർണലിസ്റ്റുകളെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നാഷണൽ സെക്യൂരിറ്റി എന്നുള്ള ന്യായം പറയാറുണ്ട്. അങ്ങനെ പറയരുതെന്നാണ് ആര് പറയുന്നത്, സുപ്രീം കോടതി പറയുന്നത്. നീഡ് ഫോർ ട്രാൻസ്പെറന്റ് പ്രോട്ടോകോൾസ് ആൻഡ് ഓവർസൈറ്റ്. സർവൈലൻസ് മസ്റ്റ് ഫോളോ ഡിഫൈൻഡ് ലീഗൽ പ്രൊസീജിയേഴ്സ് വിത്ത് പ്രോപ്പർ ചെക്സ് ബൈ അതർ ബ്രാഞ്ചസ് ഓഫ് ഗവൺമെന്റ് ടു പ്രിവെന്റ് മിസ്യൂസ് ആൻഡ് അപ്ഹോൾഡ് ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? പെഗാസസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കിയിരിക്കുക. ഡെവലപ്ഡ് ബൈ ഇസ്രായേലി ഫേം NSO ഗ്രൂപ്പ് ആണ്. സോൾഡ് ടു ഗവൺമെന്റ്സ്. കേപ്പബിൾ ഓഫ് റിമോട്ട് സീറോ ക്ലിക്ക് സർവൈലൻസ് ഓൺ ഡിവൈസസ്. കൺസേൺസ് ഓവർ മിസ്യൂസ് ഫോർ ടാർഗറ്റിംഗ് ജേർണലിസ്റ്റ്, ആക്ടിവിസ്റ്റ് ആൻഡ് ഒപ്പോസിഷൻ. ഇനി റൈറ്റ് ടു പ്രൈവസി നോക്കുവാണെങ്കിൽ പുട്ടുസ്വാമി ജഡ്ജ്മെന്റ് ആണ് 2017 ഡിക്ലെയർഡ് റൈറ്റ് ടു പ്രൈവസി എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21. റെക്കഗ്നൈസ്ഡ് ഇറ്റ് ആസ് ഇൻട്രിൻസിക് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതുപോലെ തന്നെ സെറ്റ് ലിമിറ്റേഷൻസ് മസ്റ്റ് ബി ലീഗൽ ആയിരിക്കണം. അതുപോലെ നെസസറി ആൻഡ്
പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ പ്രൊട്ടക്ടിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നോക്കുവാണെങ്കിൽ ആക്ട്സ് ആസ് ഗാർഡിയൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾസ് 32 226 നമുക്കറിയാം എന്താണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഇനി ജുഡീഷ്യൽ റിവ്യൂ നോക്കുവാണെങ്കിൽ ക്യാൻ സ്ട്രൈക്ക് ഡൗൺ ലോസ് വയലേറ്റിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇഷ്യൂസ് റിട്സ് ഫോർ എൻഫോഴ്സ്മെന്റ്, ഫണ്ടമെന്റൽ റൈറ്റ്സിന് എൻഫോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ത് ചെയ്യും ഈ റിട്ടുകൾ പുറപ്പെടുവിക്കും. ഈ മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? GS2 ഇഷ്യൂസ് റിലേറ്റഡ് ടു ഫണ്ടമെന്റൽ റൈറ്റ്സ്, എക്സിക്യൂട്ടീവ് അക്കൗണ്ടബിലിറ്റി ആൻഡ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, GS3 ഇന്റേണൽ സെക്യൂരിറ്റിയിൽ സർവൈലൻസ്, സൈബർ ത്രെറ്റ്സ് ആൻഡ് ലീഗൽ എത്തിക്കൽ ചലഞ്ചസ്, GS4 എത്തിക്സിൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ന്യൂസിൽ നിന്നും നോക്കാനുള്ളത്. ഇനി മറ്റൊരു ന്യൂസിലേക്ക് പോകാം. ദ ഇമ്പാക്ട് ഓഫ് സസ്പെൻഡിങ് എ വാട്ടർ ട്രീറ്റി. നമുക്കറിയാം ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ആണ്. ഇന്ത്യ സസ്പെൻസ് ഇൻഡസ് വാട്ടർ ട്രീറ്റി റെസ്പോൺസ് ടു എന്താണ് ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ പഹൽഗാം. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആൻഡ് ലീഗൽ റാമിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യ ക്യാൻ ലീഗലി സ്റ്റോർ വാട്ടർ ആൻഡ് ബിൽഡ് ഡാംസ് അണ്ടർ ദ ട്രീറ്റി ഇഫ് കറന്റ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റ്സ് ദിസ് പൊട്ടൻഷ്യൽ. അതായത് നമ്മുടെ കറന്റ് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ ഈ ഒരു പൊട്ടൻഷ്യലിനെ ലിമിറ്റ് ചെയ്യുവാണ്. സസ്പെൻഷൻ കുഡ് ലീഡ് ടു ഇന്റർനാഷണൽ ആർബിട്രേഷൻ ആൻഡ് വാട്ടർ റിലേറ്റഡ് ഡിപ്ലോമാറ്റിക് ടെൻഷൻസ്. റീജിയണൽ ആൻഡ് ഡിപ്ലോമാറ്റിക് ഇമ്പാക്ട്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യസ് യൂണിലാറ്ററൽ സസ്പെൻഷൻ റിസ്ക് അഫക്റ്റിംഗ് വാട്ടർ ഷെയറിംഗ് ടൈസ് വിത്ത് നെയ്ബേഴ്സ് ലൈക്ക് ചൈന, ബംഗ്ലാദേശ്, നേപ്പാൾ ആൻഡ് ശ്രീലങ്ക, പോസിബിളി ഇമ്പാക്ടിംഗ് ഫ്യൂച്ചർ ട്രീറ്റീസ് ആൻഡ് റീജിയണൽ ട്രസ്റ്റ്. നമ്മളിങ്ങനെ ഓരോ ട്രീറ്റീസ് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ മറ്റ് നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് ഈ ഒരു ട്രീറ്റീസിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി നോക്കണം. ഇതിന്റെ പ്രൊവിഷൻസ് നോക്കുക. ഡിവൈഡ്സ് ഇൻഡസ് സിസ്റ്റം റിവേഴ്സ്, ഈസ്റ്റേൺ റിവേഴ്സ് രവി, ബിയാസ്, സത്ലജ് ടു ഇന്ത്യ ആൻഡ് വെസ്റ്റേൺ റിവേഴ്സ് ഇൻഡസ് ജലം, ചെനാബ് ടു പാകിസ്ഥാൻ വിത്ത് സം ഇന്ത്യൻ യൂസ് അലോഡ്. ഇറിഗേഷനും പവറിനും വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി വെസ്റ്റേൺ റിവേഴ്സ് നോക്കുവാണെങ്കിൽ പാകിസ്ഥാനിന്റെ അൺറെസ്ട്രിക്റ്റഡ് യൂസ് ആയിരിക്കും, ഇന്ത്യക്ക് ലിമിറ്റഡ് യൂസ് ആയിരിക്കും, നോൺ കൺസംപ്റ്റീവ് ആണ്, സം അഗ്രികൾച്ചറൽ ആൻഡ് ഹൈഡ്രോ പ്രൊജക്ട്സിന് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈസ്റ്റേൺ റിവേഴ്സ് നോക്കുവാണെങ്കിൽ ഇന്ത്യ അൺറെസ്ട്രിക്റ്റഡ് യൂസ് പോസ്റ്റ് ട്രാൻസിഷൻ പീരീഡ്, പാകിസ്ഥാൻ നോ ക്ലെയിം ആഫ്റ്റർ. അതായത് ഇന്ത്യ കാൻ സ്റ്റോപ്പ് ഫ്ലോ ടു പാകിസ്ഥാൻ ഓർ സത്ലജ് ഓർ രവി റിവർ ഇൻ പാകിസ്ഥാൻ റീച്ചസ് എക്സ്ക്ലൂഡിംഗ് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ നോൺ കൺസെപ്റ്റീവ്. അതായത് ഈസ്റ്റേൺ റിവേഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് കൂടുതൽ റൈറ്റ്സ് ഉണ്ട്, വെസ്റ്റേൺ റിവേഴ്സിന്റെ കാര്യത്തിൽ ആർക്കായിരിക്കും കൂടുതൽ റൈറ്റ്സ്? പാകിസ്ഥാനായിരിക്കും റൈറ്റ്സ് വരുന്നത്. ഇനി വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസ്, ട്രീറ്റി ഓൺ ട്രീറ്റീസ് ആണ്. Governs international agreements between states, establishes rules for treaty creation, interpretation, amendment and termination, codifies customary international law on threats. അതായത് ട്രീറ്റി ഓൺ ട്രീറ്റീസ് എന്നാണ് ഈ ഒരു നമ്മുടെ വിയന്ന കൺവെൻഷൻ ഓൺ ദ ലോ ഓഫ് ട്രീറ്റീസിനെ പറയുന്നത്. ഇന്ത്യ ആക്ച്വലി ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിയന്ന കൺവെൻഷൻ അല്ലെങ്കിൽ ഈ ഒരു വിയന്ന ട്രീറ്റിന്റെ പ്രൊവിഷൻസ് ഇന്ത്യ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി ഇന്ത്യസ് ഹൈഡ്രോ പ്രൊജക്ട്സ് നോക്കുവാണെങ്കിൽ കിഷൻ ഗംഗ ജലം ട്രിബ്യൂട്ടറി ആണ്, റൺ ഓഫ് റിവർ ആണ്, പാകിസ്ഥാൻ ഒബ്ജക്ട് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിസൈനെ കുറിച്ചിട്ട്. അതുപോലെ തന്നെ ബഗ്ലിഹർ ഉണ്ട് ചെനാബ് റിവറിൽ, റൺ ഓഫ് റിവർ ആണ്, പാകിസ്ഥാൻ ഒബ്ജക്ഷൻസ് അതിലുണ്ട്. അതുപോലെ തന്നെ റത്ലെ ഉണ്ട് ചെനാബ് റിവറിൽ, റൺ ഓഫ് റിവർ ആണ്, പ്രൊജക്ട് ഫേസ്ഡ് ഡിലേസ്, പാകിസ്ഥാൻ ഹാസ് കൺസേൺസ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻസ്, ബൈലാറ്ററൽ ട്രീറ്റീസ് ആൻഡ് റീജിയണൽ ഡിപ്ലോമസി, GS3 വാട്ടർ സെക്യൂരിറ്റി, റിവർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് സ്ട്രാറ്റജിക് ഇൻഫ്രാസ്ട്രക്ചർ, GS1 ജോഗ്രഫിയിലെ റിവർ സിസ്റ്റംസ് ആൻഡ് ഇന്റർലിങ്കിങ് പ്രൊജക്ട്സ്. ഇനി മറ്റൊരു ന്യൂസ് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീർസ് എക്കോണമി ആൻഡ് ടൂറിസം ഇൻ പെറിൽ ആഫ്റ്റർ പഹൽഗാം മസാക്കർ. നമ്മൾ ന്യൂസ് നമ്പർ നോക്കുവാണെങ്കിൽ ടൂറിസം ബൂം ഡിസറപ്റ്റഡ് ബൈ ടാർഗറ്റഡ് അറ്റാക്സ്. ദ പഹൽഗാം കില്ലിംഗ്സ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഒക്കേർഡ് ഡ്യൂറിംഗ് എ പീക്ക് ടൂറിസം ഫേസ്. 3.5 മില്യൺ ടൂറിസ്റ്റ് ഇൻ 2024 ആയിരുന്നു, റിസൾട്ടിംഗ് ഇൻ ഓവർ 80% ബുക്കിംഗ് ക്യാൻസലേഷൻസ് ആൻഡ് ത്രെറ്റനിങ് ദ റീജിയൻസ് ടൂറിസം ഡ്രിവൺ എക്കണോമിക് റിവൈവൽ. റൈസിംഗ് സിവിലിയൻ കാഷ്വാലിറ്റീസ് ഇൻ militancy. Civilian deaths in militancy related incidents have surged with 56% of such deaths in 2025. till April വരെയുള്ള കണക്കാണ് പറയുന്നത്. Being civilians the highest in 2 decades, highlighting a shift in terror strategy targeting non-combatants. അതുപോലെ തന്നെ എക്കണോമിക് റാമിഫിക്കേഷൻസ് ഓൺ ജമ്മു ആൻഡ് കാശ്മീർ നോക്കുവാണെങ്കിൽ ദോ ജമ്മു ആൻഡ് കാശ്മീർ ഷോഡ് ഇംപ്രൂവ്ഡ് ഓൺ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ ജനറേഷൻ റീസെന്റ്, ദ അറ്റാക്ക് മേ സ്റ്റോൾ ദിസ് പ്രോസസ് ഡീപ്പനിങ് ഇറ്റ്സ് ഡിപെൻഡൻസ് ഓൺ സെൻട്രൽ ഗ്രാൻസ്. അതായത് കറന്റ് 56% ഓഫ് റവന്യൂ ആണ് കൊടുക്കുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ UT ഫിനാൻസസ് ആൻഡ് റവന്യൂ കോമ്പോസിഷനിൽ സോഴ്സസ് ഓഫ് റവന്യൂ, അതായത് യൂണിയൻ ടെറിട്ടറീസിന് എവിടെ നിന്നാണ് ഈ ഒരു റവന്യൂ വരുന്നത്? സെൻട്രൽ ഗ്രാൻസ് ആണ് മേജർ കോമ്പോണൻസ്. UTയുടെ ഓൺ ടാക്സ് റവന്യൂ ഉണ്ട്, GST, സ്റ്റാമ്പ് ഡ്യൂട്ടി, എക്സൈസ് എക്സെട്ര. അതുപോലെ തന്നെ നോൺ ടാക്സ് റവന്യൂസും ഉണ്ട്, ടൂറിസം, ഫോറസ്റ്റ് ആൻഡ് പവർ. ഇനി എക്സ്പെൻഡിച്ചർ നോക്കുവാണെങ്കിൽ പ്രൈമർലി ഓൺ സെക്യൂരിറ്റി, അഡ്മിനിസ്ട്രേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ സെക്ടർ സ്കീംസ് ആണ്, സച്ചസ് എന്തൊക്കെയാണ് എഡ്യൂക്കേഷനും ഹെൽത്തും. ഇനി ഫിസ്ക്കൽ ഡെഫിസിറ്റ് നോക്കുവാണെങ്കിൽ UTs ഓഫൺ റിലേ ഹെവിലി ഓൺ സെൻട്രൽ അസിസ്റ്റൻസ്. മാനേജിംഗ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് എ കീ ചലഞ്ച്. ഫോക്കസ് ഓൺ ഇൻക്രീസിംഗ് ഓൺ റവന്യൂ ജനറേഷൻ. ഇനി കാശ്മീരിലെ ടൂറിസം നോക്കുവാണെങ്കിൽ കീ എക്കണോമിക് ഡ്രൈവർ ആണ്, നോൺ ഫോർ വാലീസ് ലേക്സ് സച്ചസ് എന്താണ് ദാൽ ലേക്കും ബൂളാർ ലേക്കൊക്കെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഗാർഡൻസ് നോക്കുവാണെങ്കിൽ മുഗൾ ഗാർഡൻസ് അതിന് വളരെ
വലിയൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ പിൽഗ്രിമേജ് ടൂറിസം ഉണ്ട്, വൈഷ്ണവ് ദേവി, അമർനാഥ് എക്സെട്ര. ഇതൊക്കെ എന്താണ് അഫക്ട് ചെയ്തിട്ടുണ്ട് ഡ്യൂ ടു ദ സെക്യൂരിറ്റി സിറ്റുവേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഫോക്കസ് ഒക്കെ കാരണം. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ GS2 ഇന്റേണൽ സെക്യൂരിറ്റി ത്രെറ്റ്സ്, ടെററിസംസ് ഇമ്പാക്ട് ഓൺ ഗവേണൻസ് ആൻഡ് സിവിലിയൻ ലൈഫ്. GS3 ഇമ്പാക്ട് ഓഫ് ടെററിസം ഓൺ എക്കോണമി, ടൂറിസം, സ്റ്റേറ്റ് റവന്യൂസ് എക്സെട്ര. അതുപോലെ തന്നെ റീജിയണൽ ഡെവലപ്മെന്റിനെ ഈ ഒരു ടെററിസം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി GS1 ഹ്യൂമൻ ജോഗ്രഫിയിൽ മൈഗ്രേഷൻ, ടൂറിസം ഡൈനാമിക്സ്, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ന്യൂസിലേക്ക് പോകാം. ഈസ് നാച്ചുറൽ ഹൈഡ്രജൻ ദ ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ? ന്യൂസ് നമ്പർ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഹൈഡ്രജനെ കുറിച്ചിട്ടാണ്. ഗെയിം ചേഞ്ചർ ഇൻ ക്ലീൻ എനർജി. നാച്ചുറലി ഒക്കറിംഗ് ഹൈഡ്രജൻ ആണ്. ഫോംഡ് ബൈ ജിയോളജിക്കൽ പ്രോസസ്സസ് ലൈക്ക് സെർപെന്റിനൈസേഷൻ ആൻഡ് റേഡിയോളിസിസ്. ഈസ് ബീങ് എക്സ്പ്ലോർഡ് ആസ് എ ക്ലീൻ, ലോ കോസ്റ്റ് ആൻഡ് അബണ്ടന്റ് ഫ്യൂവൽ ആൾട്ടർനേറ്റീവ് ടു ഗ്രീൻ ഓർ ഗ്രേ ഹൈഡ്രജൻ. ഇനി ഗ്ലോബൽ എക്സ്പ്ലോറേഷൻ സർജ് ആൻഡ് ഇന്ത്യസ് അൺട്രാപ്ഡ് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ വിത്ത് ന്യൂ ഫൈൻഡ്സ് ഇൻ ഫ്രാൻസ് ആൻഡ് മാസീവ് ഗ്ലോബൽ പൊട്ടൻഷ്യൽ ദ ഹൈഡ്രജൻ റഷ് ഹാസ് ബിഗൺ. ഇന്ത്യ ടു ഹാസ് ഫേവറബിൾ ജിയോളജി. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്രൈറ്റൻസ് ഉണ്ട്, ഓഫിയോലൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹോട്ട് സ്പ്രിങ്സ് ഉണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഹൈഡ്രജൻ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എക്കണോമിക് വൈബിലിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ പുഷ് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ ഹൈഡ്രജന്റെ എക്സ്ട്രാക്ഷൻ എന്താണ്? നമുക്ക് ചീപ്പർ ദാൻ ഗ്രീൻ ഹൈഡ്രജൻ ആണെന്ന് പറയാൻ സാധിക്കും. ഗ്ലോബൽ സ്റ്റാർട്ടപ്സ് ആൻഡ് മേജർ പ്ലേയേഴ്സിന്റെ എക്സാമ്പിൾ എന്താണ്? ഭാരത് പെട്രോളിയം, അതുപോലെ ആമസോൺ ഫണ്ടഡ്, കൊളോമോ ഒക്കെ ഇന്ത്യയിൽ എന്താണ് ഈ ഒരു ഹൈഡ്രജൻ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റിംഗ് ഹെവിലി, സിഗ്നലിംഗ് എ മേജർ ഷിഫ്റ്റ് ഇൻ ഫ്യൂച്ചർ എനർജി സോഴ്സിംഗ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജനെ കുറിച്ച് നോക്കാം. നാച്ചുറൽ ആണ്, എർത്തിന്റെ ക്രസ്റ്റിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. ജിയോളജിക്കൽ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ സെർപെന്റിനൈസേഷൻ പ്രോസസ്സ് ഓർത്തു വെക്കുക, അതുപോലെ തന്നെ എക്സ്ട്രാക്ഷൻ ബീങ് സ്റ്റഡീഡ്. ഇനി ഗ്രീൻ ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ വാട്ടർ ഇലക്ട്രോളിസിസ് യൂസിങ് റിന്യൂവബിൾസ്, സീറോ പ്രൊഡക്ഷൻ എമിഷൻസ് ആണ്. ഇനി ഗ്രേ ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ ഫോസിൽ ഫ്യൂൽസിൽ നിന്നാണ്, സ്റ്റീം, മീഥേൻ റിഫോമിംഗ് ആണ്. CO2 ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ. ഇനി ജിയോളജിക്കൽ ടൈംസ് നോക്കുകയാണെങ്കിൽ സെർപെന്റിനൈസേഷൻ നോക്കണം. അൾട്രാഫൈമിക് റോക്സ് പ്ലസ് വാട്ടർ, ഹൈഡ്രജൻ പ്ലസ് മിനറൽസ് ആണെന്ന് മിഡ് ഓഷ്യാനിക് റെജിസിലും ഫോൾസിലും. ഇതിനെയാണ് നമ്മൾ സെർപെന്റിനൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? ഓഫിയോലൈറ്റ്സ് ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റ് ഓർ മാന്റിൽ ഓൺ കോണ്ടിനെന്റ്സ് കണ്ടെയ്ൻ റോക്സ് ഫോർ സെർപെന്റിനൈസേഷൻ. ഇനി ക്രൈറ്റോൺസ് നോക്കുകയാണെങ്കിൽ ഓൾഡ് സ്റ്റേബിൾ കോണ്ടിനെന്റൽ പാർട്സ് ആണ്. ഡീപ് ഫോൾസ് ഫോർ ഹൈഡ്രജൻ മൈഗ്രേഷൻ. ഇനി ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ ഇൻ ഇന്ത്യൻ ജിയോളജി നോക്കുകയാണെങ്കിൽ ഓഫിയോലൈറ്റ് ബെൽറ്റ്സിൽ, ആൻഡമാൻ ഹിമാലയാസിലും, അതുപോലെ സെർപെന്റിനൈസേഷൻ പൊട്ടൻഷ്യൽ ഫോർ നാച്ചുറൽ ഹൈഡ്രജൻ. പ്രീ കാംബ്രിയൻ ക്രൈറ്റോൺസ് ഉണ്ട്, സിംഗ്ബമിലും അതുപോലെ തന്നെ ധാർവാറിലും. ഓൾഡ് ഫോൾസ് ആണ്, മേ ട്രാപ്പ് നാച്ചുറൽ ഹൈഡ്രജൻ. ഇനി ജിയോതെർമൽ ഏരിയാസ് നോക്കുകയാണെങ്കിൽ ഹൈ ഹീറ്റ് കുഡ് ബൂസ്റ്റ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ എയർലി റിസർച്ച് ഫേസിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ GS3 എനർജി സെക്യൂരിറ്റി, ക്ലീൻ എനർജി ടെക്നോളജീസ്, ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷൻ. GS1 ജിയോഗ്രഫിയിലെ ജിയോളജിക്കൽ ഫോർമേഷൻസ് ആൻഡ് മിനറൽ റിസോഴ്സസ്. ഇനി GS2 ഗവൺമെന്റ് റോൾ ഇൻ ക്ലീൻ ടെക് പോളിസി ആൻഡ് ഇന്റർനാഷണൽ എനർജി കോർപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ന്യൂസിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളത്. ഈ ഒരു മാപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈഡ്രജൻ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.